ഉറക്കം വരുന്നില്ലേ ഉണ്ണി? ശരിക്കും പേടിയാവുന്നുണ്ടമ്മേ. എന്തിന്? എന്തോ എനിക്കും അറിയില്ല. ഈ വീടിനകത്ത് എന്തോ പോലെ തോന്നുന്നു. ഇത് മുൻപത്തെ നമ്മുടെ വീട് പോലെയേ അല്ല. എല്ലാം മാറിയതുപോലെ തോന്നുന്നു. മുത്തശ്ശൻ നാട്ടിലേക്ക് പോയിരിക്കുക. മുത്തശ്ശിയാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതേ ഇല്ല. വല്യമ്മേനോട് ഒട്ടും സംസാരിക്കുന്നത് പോലുമില്ല. വല്യച്ഛനും ചെറിയച്ഛനും ചെറിയമ്മയും സംസാരിക്കുമ്പോ എന്നെ എന്തോ കളിയാക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. പിന്നെ ആ സുമംഗലി അമ്മമ്മ ഇല്ലേ, ഒരർത്ഥവും ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ഉണ്ണി? അപ്പൊ അമ്മയ്ക്കും അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു അമ്മേ? അപ്പോ അമ്മയ്ക്കും പേടിയാവുന്നുണ്ടോ അമ്മേ? നമുക്ക് വീണ്ടും നമ്മുടെ ആ വീട്ടിലേക്ക് പോയാലോ അമ്മേ? ഉണ്ണി, എന്താ അച്ഛാ? ഹോംവർക്ക് എഴുതിയായിരുന്നോ? ഇതുവരെ എഴുതിയില്ല അച്ഛാ. പോയി കംപ്ലീറ്റ് ചെയ്തിട്ട് ഉറങ്ങാൻ നോക്ക്. ഓക്കെ അച്ഛാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. നീ എന്താണ് ഈ ചെയ്യുന്ന വസ്തുത? തന്റെ പേടി കാരണം ഉണ്ണിയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാണോ? അയ്യോ ഇല്ല ഏട്ടാ, എനിക്കെന്താണോ തോന്നിയത് അതുപോലെ ഉണ്ണിക്കും തോന്നിയെന്നാ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ തോന്നുന്ന പോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ. അത് വസുന്ധര, ഞാൻ എല്ലാം കേട്ടുകൊണ്ടായിരുന്നേ. തനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം താൻ ആകെ മാറിപ്പോയി. മാറിപ്പോയത് ഞാനല്ല ഏട്ടാ, ഈ വീട് മൊത്തത്തിൽ ആകെ മാറിയിരിക്കുക. എന്ത് മാറിയെന്നാണ്? അറിഞ്ഞോ അറിയാതെയോ ഏട്ടനും അഖിലും നമ്മളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു. എന്നാൽ ഒരു തെറ്റ് മനസ്സിലാക്കി ക്ഷമിക്കണമെന്ന് നമ്മുടെ കാല് പിടിച്ചു പറഞ്ഞു. അങ്ങനെ ആവുമ്പോ എന്തെങ്കിലും ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് അവർക്കല്ലേ വേണ്ടത്. ആ ഫീല് മാറാൻ വേണ്ടി എന്തായാലും കുറച്ച് സമയമെടുക്കും. അതുവരേക്കും അവർക്ക് തന്നോട് പൂർണ്ണ മനസ്സോടെ പെരുമാറാൻ പറ്റിയില്ലെന്ന് വരും എന്ന് കരുതി അവരെ തെറ്റിദ്ധരിക്കാൻ പറ്റുമോ? ഒരല്പം ക്ഷമിച്ചൂടെ? അതൊരു ഗിൽറ്റി ഫീലിംഗ് ആയിരുന്നെങ്കിൽ എനിക്കത് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റിയേനെ. പക്ഷേ ഇങ്ങോട്ട് നോക്ക് വസ്തുര, താൻ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ വീട് വിട്ടു പോകുന്നതും വീണ്ടും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതും നടക്കാത്ത കാര്യമാണ്. തന്റെ മനസ്സിൽ സ്വത്തിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞേക്ക്. ഈ കാര്യം അമ്മയെങ്ങാനും അറിഞ്ഞാൽ ഒരുപാട് വിഷമിക്കും. ഇനി നമുക്കിടയിൽ ഒരിക്കൽ കൂടി ഇങ്ങനൊരു സംസാരം ഉണ്ടാവരുത്. വളരെ വർഷങ്ങളായിട്ട് ഇവിടെ കുന്തിരിക്കാൻ പോയിക്കുന്നുണ്ട്. പ്രായമായവർക്ക് മാത്രമല്ല, കുട്ടികൾക്ക് കൂടി ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഇന്ന് വസുവിന് മാത്രം എന്താ ഉണ്ടായത്? അതാ എടുത്തി എനിക്കും ഒന്നും മനസ്സിലാവാത്തെ. സത്യം പറഞ്ഞേക്ക്, വസുവിന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ കുന്തിരിക്കത്തിൽ എന്തെങ്കിലും ചേർത്തോ നിങ്ങള്? ഞങ്ങൾ അതിൽ എന്ത് ചേർക്കാനാ അമ്മേ? ഞങ്ങൾ അതിൽ എന്തെങ്കിലും ചേർത്തിരുന്നെങ്കിൽ ഞാനും പ്രഗ്നന്റ് ആണല്ലോ അമ്മേ. എന്റെ പ്രഗ്നൻസിയും ഇല്ലാതാവില്ലേ? അതേ എടുത്തി. എന്നാലും വസുവിന്റെ കുഞ്ഞിനെ ആ ദൈവം തന്നെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ. എന്ത് ചെയ്താലും ദൈവം തന്നെ ചെയ്യണം.
ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. സത്യം തന്നെയാണോ പറഞ്ഞത്? അമ്മയടുത്ത് എന്തിനാ അമ്മ ഞങ്ങൾ കള്ളം പറയുന്നേ? ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല. വസുവേടത്തിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി കാർത്തികയുടെ ജീവൻ അപകടത്തിലാക്കുമെന്നാണോ അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുക? അതേ ഏട്ടത്തി ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് കൂട്ടുക. ഞങ്ങൾ അത്രയ്ക്ക് മോശക്കാരൊന്നും അല്ല. ശരി, ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടിയതാവും. കാർത്തിക, നിന്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കണം. ഇപ്പൊ എല്ലാരും പൊയ്ക്കോളൂ. ശരി, വാ പോവാം. കൊച്ചുമോനെ ഭാസ്കരേ, ഇങ്ങോട്ട് വാ. എന്താ ഇളയമേ, എന്തിനാ പിടിച്ച് വലിച്ചോണ്ട് വരുന്നേ? നിങ്ങൾ പറഞ്ഞത് അമ്മ നമ്മുടെ സൈഡിലായിന്നല്ലേ? എന്നിട്ട് അമ്മ അവർക്ക് വേണ്ടിയാണല്ലോ സംസാരിച്ചത്. നമ്മള് മാറി എത്ര വേഗത്തിൽ നിന്റെ അമ്മയുടെ മനസ്സ് മാറില്ലടാ. കുറച്ച് സമയം എടുക്കുക തന്നെ ചെയ്യും. പഴയ ജനറേഷൻ അല്ലേ? അമ്പോ, അതിന് നിങ്ങളെന്താ 5G ജനറേഷനാ? നിങ്ങളും പഴയ ജനറേഷൻ തന്നെ അല്ലേ? അതുപോട്ടെ, നിങ്ങളുടെ കൂടെ ഗർഭിണിയായിരിക്കുന്ന കാർത്തികയും കൂട്ടി ഇത്രയും കുഴപ്പമുള്ള ഒരു പ്ലാൻ എങ്ങനെയാ ചെയ്തത്? കാർത്തികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? അതെ ഇളയമേ, കാർത്തികയും പ്രഗ്നന്റ് അല്ലേ? അവളെ പറ്റി പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ആലോചിച്ചില്ല? അവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഞാൻ കൊന്നു കളഞ്ഞേനെ. അതല്ല, എനിക്കൊരു ഡൗട്ടുണ്ട്. കാർത്തിക പ്രഗ്നന്റ് തന്നെയാണോ? വസുവേടത്തിക്കുള്ള പ്രഗ്നൻസി സിംറ്റംസ് ഒന്നും എന്താ കാർത്തികയ്ക്ക് കാണാത്തത്? അല്ല അവള് പ്രഗ്നന്റ് ആയതുപോലെ ബിഹേവ് ചെയ്യുന്നേ ഇല്ലല്ലോ. വളരെ കെയർലെസ് ആയി കാഷ്വൽ ആയിട്ടല്ലേ നടക്കുന്നേ? എടാ, നിനക്കെന്താ ഇപ്പൊ ഒരു പുതിയ ഡൗട്ട്? കൊച്ചുമോനെ, നീ ആവശ്യമില്ലാതെ എങ്ങനെ സംശയിക്കല്ലേ? അവള് ഗർഭിണി തന്നെയാ. അത് പിന്നെ ഓരോരുത്തരുടെ ശരീരം ഓരോ രീതിയിലാടാ. നിങ്ങൾ പോയി കിടന്നോ. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ശരിടാ, ഗുഡ് നൈറ്റ്. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്താ അഖിൽ ഇങ്ങനെ നോക്കുന്നേ? കുന്തിരിക്കത്തിൽ ചേർത്ത ലിക്വിഡ് ശ്വസിച്ചിട്ട് വസുവേടത്തിക്ക് അഫക്റ്റ് ആയി. നിനക്ക് മാത്രം എന്താ ഒന്നും പറ്റാത്തെ? അത് വസുവേട്ടത്തെക്കാളും ഞാൻ സ്ട്രോങ് അല്ലേ? എത്ര സ്ട്രോങ് ആയിരുന്നാലും പ്രഗ്നന്റ് ലേഡീസിന് ആ ലിക്വിഡ് ശ്വസിച്ച പ്രശ്നം തന്നെയാവും. വസുവേടത്തി ബോധം കെട്ട് വീണു. നീ എങ്ങനെയാ നോർമലായി നിൽക്കുന്നേ? അത് പിന്നെ അഖിൽ, വസുവേട്ടത്തിക്ക് ഇത് രണ്ടാമത്തെ പ്രഗ്നൻസി അല്ലേ? എനിക്കിത് ആദ്യത്തേതല്ലേ. അതുകൊണ്ടാ എനിക്ക് കുഴപ്പം വരാതെ വസുവേട്ടത്തിക്ക് കുഴപ്പം വന്നത്. അല്ല, രണ്ടാമത്തെ തവണ പ്രഗ്നന്റ് ആവുന്നവരെക്കാളും ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആവുന്നവർക്കാ സൈഡ് എഫക്ട്സ് പെട്ടെന്നുണ്ടാവുന്നേ. നാളെ നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാം. ഹോസ്പിറ്റലിലേക്ക് എന്തിനാ പോകുന്നത്? നമ്മുടെ ബേബിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. ബേബി നന്നായിരിക്കുന്നോ അതോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആദ്യം ഉണ്ടോ ഇല്ലെന്ന് എനിക്കൊന്ന് അറിയണം. അതെ ഏട്ടാ, ദ കോഫി. ഏട്ടാ, കോഫി. ഏട്ടൻ ഇത് കുടിക്കില്ലേ? എന്നും രാവിലെ കോഫി കുടിക്കുന്നതാണല്ലോ. കോഫി എപ്പോഴാ കുടിക്കേണ്ടതെന്ന് എനിക്കറിയാം.
കോഫിയോട് ദേഷ്യം കാണിക്കുകയാണോ അതോ എന്നോട് ദേഷ്യം കാണിക്കുന്നതാണോ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. താൻ പോയി കുട്ടികളുടെ കാര്യം നോക്ക്. എന്ത് പറ്റി ഏട്ടന്? പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? തന്റെ പെരുമാറ്റം പോലെ ഇരിക്കും എന്റെ സംസാരം. ഞാനിപ്പോ എന്ത് ചെയ്തു എന്നാ? തന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെയാ താൻ ചെയ്യുന്നത്. എന്നുവെച്ചാ നമ്മുടെ ചിന്തകൾ പോലെ ഇരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളും. അപ്പോ ഏട്ടന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് പറയൂ. എന്തിനാ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് സംസാരിക്കുന്നേ? അത് തന്നെയാ ഞാനും പറയുന്നത്. ഇങ്ങനെ ചുറ്റി വളഞ്ഞുള്ള സംസാരം വേണ്ട. ഏട്ടൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എക്സാക്ട്ലി. തനിക്കാണ് എന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. താൻ എന്റെ സൈഡിൽ നിന്നൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. എന്നെ മനസ്സിലാക്കണമെന്നുള്ള ഉത്തരവാദിത്വം ഏട്ടനും ഉള്ളതല്ലേ? ഏട്ടനും എന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ? നമുക്കെന്താ ഒരേപോലെ ചിന്തിക്കാൻ കഴിയില്ലേ? ഒരാൾക്ക് എന്താ മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിയില്ലേ? ഇത്രയും നാൾ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ മാറിപ്പോയത്? ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവം മാറുമ്പോ നമ്മുടെ സ്വഭാവം മാറ്റേണ്ടതല്ലേ? തനിക്ക് തോന്നുന്ന മാറ്റം എന്റെ വ്യൂ പോയിന്റ് എനിക്ക് ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. തന്റെ ഉള്ളിലാ മാറ്റം അറിയുന്നത്. ആ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം താൻ ഒരുപാട് മാറിപ്പോയി. സ്വത്ത് മുഴുവൻ എന്റേതാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ മാറ്റം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഏട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നേ? എനിക്ക് ഏട്ടന്റെ സ്വത്തിനോട് ആർത്തി തോന്നുന്നെന്നോ? വന്നിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക്. ഈ സ്വത്തുക്കൾ എന്റേതല്ല, എല്ലാവരുടെയും കൂടെ. ഏട്ടൻ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. എനിക്കും വളരെ കഷ്ടമായിട്ടാണ് തോന്നുന്നത്. തനിക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ വിഷമങ്ങൾ ഏട്ടനോടല്ലാതെ വേറെ ആരോടാ പറയാ? താൻ വേദനിക്കുന്ന രീതിയിലൊരവസ്ഥ ഞാൻ ഒരിക്കലും ഉണ്ടാക്കില്ല. തന്റെ ഭയത്തിന് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഇന്നും തന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ടൈമായി. വേഗം അവരെ റെഡിയാക്കാൻ നോക്ക്. എൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്തുകൊണ്ടെന്ന് വെറുതെ സമയം കളയണ്ട. എന്താ ചേച്ചി? നീ ആദ്യം മിണ്ടാതിരിക്കെ. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യോ ചേച്ചി? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നിങ്ങൾ തിരിച്ച് ഈ വീട്ടിൽ വന്ന ഉടനെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതാ. നിന്നോട് പറയാൻ പറ്റാതെ, എന്റെ മനസ്സിൽ ഒളിപ്പിക്കാൻ പറ്റാതെ ഞാൻ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് വസു. എന്താ ചേച്ചി ഇത്രയും പ്രധാനപ്പെട്ട കാര്യം? ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മാറിപ്പോയി വസു. ഇവിടെയുള്ള മനുഷ്യന് മാറിപ്പോയി. എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കില്ല. ഒരുപാട് വിഷമിക്കും. പണത്തിന് വേണ്ടി മനുഷ്യര് ഇത്രത്തോളം തരം താഴുമെന്ന് ആലോചിച്ച് നീ വിഷമിക്കും.
ചേച്ചി ആരെ പറ്റി ഈ സംസാരിക്കുന്നേ? ആരെയാണോ നീ ഇത്രയും നാൾ ബന്ധുക്കളെ കരുതിയിരുന്നത്? അവരൊക്കെ നിന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയാണ് വസു. ഭാവനെ, ഏട്ടൻ വന്നു തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും വസു? ഭാസ്കരേട്ടനല്ലേ വന്നത്, അതിനിപ്പോ എന്താ? ഞാൻ പോയി ഡോറ് തുറന്നിട്ട് വരാം. വേണ്ട, നീ വാതിൽ തുറക്കാൻ പാടില്ല. ഭാവനെ, 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 കഥ തുറക്ക്. എന്താ വാതിൽ ഉറക്കാൻ പാടില്ലാത്ത? തുറന്നാൽ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നേ? നിനക്കത് അറിയില്ല വസു. ഇവിടെ എല്ലാം മാറിപ്പോയിന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഭാവനെ, ഭാവനെ, നീ അവിടെ എന്താ ചെയ്യുന്നേ? കഥവ് തുറക്ക് ഭാവനെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്, നീ അവിടെ ഒളിച്ചിരിക്കെ. ഞാൻ പറയുന്നത് വരെ നീ വെളിയിലേക്ക് വരരുത്. കഥവ് തുറക്ക് ഭാവനെ. ചെല്ല്. നീ കഥവ് തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഭാവനെ, കഥ തുറക്ക്. എന്താടി പട്ടാപ്പകല് കഥവ് കടച്ചിട്ടേക്കുന്നേ? ഇത്രയും ഞാൻ വിളിച്ചിട്ട് നീ കേട്ടില്ലേ? അത് വാഷ്റൂമിൽ പോയിരുന്നു ഏട്ടാ. നിന്റെ മുഖത്തെന്താ ആകെ ഒരു ടെൻഷൻ? നീ എന്താ വല്ലാതങ്ങ് വേർക്കുന്നേ? ടെൻഷനോ? ടെൻഷനൊന്നും ഇല്ലല്ലോ. ഇത് വിയർത്തതൊന്നും അല്ല. ഇപ്പഴാ ഫേസ് വാഷ് ചെയ്തിട്ട്. നീ ഇപ്പോഴല്ലേ കുളിച്ചിട്ട് വന്നത്, പിന്നെന്തിനാ വീണ്ടും മോൻ കഴുകാൻ പോയത്? അത് കിച്ചണില് സവാള അരിയുമ്പോ കണ്ണ് നീറിയായിരുന്നു, അതുകൊണ്ടാ. നിന്റെ കഥയൊക്കെ കൊള്ളാം. ആരോടാടി സംസാരിച്ചോണ്ടിരുന്നേ? വേറെ ആരുടെ ശബ്ദം ഇവിടെ കേട്ടല്ലോ. ആരുമില്ല ഏട്ടാ.